ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കുളിച്ച് കഴിയുമ്പോൾ. ഇടയ്ക്കത്തെ ഭാഗത്തെ ചെളി ആക്ച്വലി കളയാൻ പറ്റും. സോ പ്രഗ്നന്റ് ആയതിനു ശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ് കാണിച്ചേ, ഹല്ലേലൂയ കാണിച്ചേ, ഹല്ലേലൂയ. ഞാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ പ്രോപ്പർ ടൈമിൽ കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ നമസ്കാരം, എൻ്റെ ഡെയിലി ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിംഗപ്പൂരിൽ വന്നിട്ട് നമ്മൾ ലെവിക്കുട്ടൻ ഭയങ്കര നോട്ടി ആയിരിക്കുകയാണ്. അവൻ കിടക്കേണ്ട സ്ഥലത്ത് എൻ്റെ ബാഗ് ഇരിക്കുന്ന സ്ഥലത്ത് അവനും ഇപ്പോൾ ഇരിക്കുകയാണ്. നോട്ടി ബോയ് ആയിട്ടുണ്ട്, നോട്ടി ബോയ്. എന്താടാ, എന്തു പറ്റി? ആൾക്ക് ദുബായിലെ ക്ലൈമറ്റ് ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് സിംഗപ്പൂർ വന്നു. സിംഗപ്പൂറും ഓൾമോസ്റ്റ് നല്ല വെതറാണ് കേട്ടോ, നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാം. പക്ഷേ അത്രയും ഹ്യൂമിഡിറ്റി ഇല്ല, നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട്. ദുബായ് അതുപോലെ തന്നെയാണ്, എന്നാലും ഹ്യൂമിഡിറ്റി കാരണം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തൊന്നും ഇന്ന് പോയിട്ടില്ല. ഡേ വിത്ത് ലെവി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. എല്ലാവരും പകലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ കരുതി രാത്രി തൊട്ട് അടുത്ത രാത്രി വരെ എങ്ങനെയാണ് ലെവിയുടെ റുട്ടീൻ എന്ന് കാണിക്കാമെന്ന് കരുതി. കാരണം എൻ്റെ എല്ലാ വ്ളോഗിനകത്തും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്തിയെ, ചേച്ചി മാത്രമാണോ ലെവിയെ കൊണ്ട് കറങ്ങുന്നതെന്ന്. അതെ, ഞാൻ മാത്രമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്നൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ലെവിയുടെ റൂമിലുള്ള റുട്ടീൻസൊക്കെ ഒന്ന് കാണിക്കാം. എന്നിട്ട് ലെവിയെ കൊണ്ട് പുറത്ത് പോകുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം ആ ഹോട്ടലിൻ്റെ അവിടെ തന്നെയാണ്, മെറീന ബേയുടെ. അപ്പോൾ മെറീന ബേയുടെ ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ട്. പുറത്തൊന്നും എവിടെയും പോകണ്ട. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എയർപോർട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടലും കാണാൻ തന്നെ ഓരോ ദിവസം എടുക്കും. അത് കണ്ട് തീർക്കണം. അപ്പോൾ അത് കണ്ട് തീർക്കാതിരിക്കുന്നത് വേറൊരു സർപ്രൈസ് ഉണ്ട്, അത് അറിയിക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ബാക്ക് സൈഡിൽ കാണാൻ പറ്റും ഫ്ലോട്ടിംഗ് നമ്മുടെ ആപ്പിളിൻ്റെ ഷോറൂമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അടിപൊളി കിഡിലും വ്യൂ ആണ്. ഇവിടെ ലൈറ്റ് ആൻഡ് വാട്ടർ ഡിസ്പ്ലേ, ആക്ച്വലി ഒരു ഫൗണ്ടെയിൻ പോലെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഡാൻസിങ് സംഭവം എന്തോ ഉണ്ടായിരുന്നു. അത് സൺഡേ ആയതുകൊണ്ട് 9 o'clock നിന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, 9 ആണെന്ന് തോന്നുന്നു നിന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മിസ്സായിപ്പോയി. നമ്മൾ വേറെ ദിവസം വന്ന് നിങ്ങളെ അത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്, പ്രോപ്പർ റെസ്റ്റൊക്കെ എടുത്തു. ലെവിക്കുട്ടിന് അത്യാവശ്യം വിശപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ കഴിക്കുന്നത്. എന്തായാലും വിശപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇവിടെ വെച്ച് നീട്ടുന്നില്ല. ഡേ വിത്ത് ലെവി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ ഫുഡിന് ഒരുപാട് സ്പോട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെവി നമ്മുടെ സ്ട്രോളറിൽ കിടക്കുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. കുഞ്ഞിന് ആ ഡ്രസ്സൊക്കെ എങ്ങനെയും ഒന്ന് ഊരിയാൽ മതി എന്നായിപ്പോയി. അപ്പോൾ നമ്മൾ അവിടെയുള്ള തന്നെ ഒരു ബർഗർ ഷോപ്പിലാണ് കയറിയത്. സോ ഞാൻ ആക്ച്വലി ബർഗർ ഓർഡർ ചെയ്തു. അച്ച വിങ്സും അതുപോലെ തന്നെ മിനി ബർഗേഴ്സുമാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഈ വിങ്സിൻ്റെ ഈ വൈറ്റ് പീസ് മാത്രം അച്ച ഇട്ട് തരുവാണ് കേട്ടോ. എനിക്ക് ഈ ബോണുള്ള പീസൊന്നും ഇഷ്ടമില്ല. സാധാരണ ഇങ്ങനെ വൈറ്റ് പീസസ് മാത്രം അച്ച ഇങ്ങനെ പറക്കി ഇട്ട് തരും. ഇത് ഈ മിനി ബർഗേഴ്സ് കാണാൻ നല്ല ഭംഗിയില്ലേ. അത് മട്ടൻ്റെ ആയിരുന്നു, ഞാൻ ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഒരു ഫാനും പിടിച്ച് ഞാൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ. ആൾക്ക് അവിടെ കിടന്നിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു. ചൂടെടുത്തിട്ട് അടിയിൽ കൂടെ ഒക്കെ ചൂട് കയറുകയെന്ന് തോന്നുന്നു. ഇരുന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ഒരു ദിവസമെങ്കിലും മറീന ബേയിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് തന്നെ ഓൾമോസ്റ്റ് $22 ഒക്കെയാണ് ഒരു ബർഗറിൻ്റെ വില. ഞാൻ കമ്പാരിറ്റീവ്ലി വേറെ സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ സിംഗപ്പൂർ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നിൽക്കുന്ന ആ ഇടം ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. നമ്മൾ ടവർ 3യിലാണ്. ടവർ 1ൻ്റെ അതിലേക്കൂടെ തന്നെയാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ആ സ്പെക്ട്രയുടെ ലൈറ്റ് കാണാൻ പോയത്. ബിക്കോസ് ഓപ്പോസിറ്റാണ് ഷോപ്പിംഗ് മോള്. വന്നപ്പോൾ തൊട്ട് ആൾ കരച്ചിൽ തുടങ്ങി. എന്തിനാന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ ദേഹമൊക്കെ കഴുകി ഹാപ്പി ആയി. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞങ്ങൾ കുളിച്ചു, ഞങ്ങൾ നല്ല ശുദ്ധനായി, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കുളിച്ച് കഴിയുമ്പോൾ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ, നാളെ കാണാം. കരച്ചിൽ എന്തിനാന്ന് മനസ്സിലായല്ലോ. അത് ഡെയിലി ചെയ്യുന്ന ഒരു റുട്ടീനാണ് കേട്ടോ. രാവിലെ നമ്മൾ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് അവനെ ഒന്ന് ദേഹം കഴിപ്പിക്കും. അത് എനിക്ക് തോന്നുന്നു എൻ്റെ മമ്മി എന്നെയല്ല എൻ്റെ അക്കേനെ തൊട്ട് ശീലിപ്പിച്ചതാണ്. പിന്നെ അക്കയുടെ പിള്ളേരെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനും അതങ്ങ് സ്റ്റാർട്ട് ചെയ്തത്. ലണ്ടനിൽ വന്നപ്പോൾ മമ്മിയാണ് അത് പറഞ്ഞു തന്നത്. പിന്നെ അത് റുട്ടീനായി. ലെവിക്ക് ദേഹം കഴുകാതെ കിടക്കാൻ പറ്റില്ല.
പിന്നെ അതുപോലെ തന്നെ വേറൊരു ശീലം കൂടെ ഞാൻ കാണിച്ചു തരാം. അത് മമ്മി പഠിപ്പിച്ചാണ്. ഇതിപ്പോൾ ഞാനെല്ലാം സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അവൻ്റെ പാസിഫയറും അതുപോലെ തന്നെ ബോട്ടിൽസും എല്ലാം തന്നെ. സോ നമ്മൾ ഏത് ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിലും പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് നേരത്തെ ഇൻഫോം ചെയ്യുക. അതായത് എല്ലാ ഹോട്ടലുകളിലും അത് അവൈലബിൾ ആണോ എന്നറിയില്ല, എന്നാലും മോശമില്ലാത്ത എല്ലാ ഹോട്ടലുകളിലും നമുക്ക് സ്റ്റെറിലൈസർ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ ബേബി എണ്ണിക്കുന്നതിൻ്റെ മുമ്പേ ചെയ്ത പരിപാടിയാണിത്. ഒരുപാട് ഡ്രസ്സ് ഞാൻ, അതായത് കോട്ടൺ ടൈപ്പ് ഷോർട്ട് ഡ്രസ്സുകൾ ഞാൻ ലെവിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ലെവി ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ നനച്ചിട്ടിരിക്കുകയാണ്. അവനെ ഞാൻ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാൻ കിടത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. പക്ഷേ ആ ചായ കുടിയൊന്നും നടന്നില്ല. വോയിസ് റെക്കോർഡ് ചെയ്യാൻ നേരത്തെ ആൾ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് സൗണ്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചായ ഞാൻ കുടിച്ചിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര ടൈം എടുക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഞങ്ങൾ ഈ എണ്ണയൊക്കെ തേച്ച് കുളിച്ചാൻ പോവാണല്ലേ അല്ലേ? ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഞാൻ ആക്ച്വലി ചായ എടുത്ത് വെച്ചു, ഇത് വേറെ കുടിച്ചിട്ടില്ല. കണ്ട, ഇതാണ് മിക്ക ദിവസങ്ങളിലും എൻ്റെ അവസ്ഥ കേട്ടോ. എനിക്ക് ഈ കപ്പിലൊന്നും ഇനഫ് ആകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിനകത്തോട്ട് ചായ എടുത്തത്. കേട്ടാ, ബാത്റൂമിൽ പോയി 10 മിനിറ്റ് കിടക്കാം. ഞങ്ങൾ പോയി കിടത്ത് എക്സസൈസ് ഒക്കെ ഇതും ചെയ്യട്ടെ കേട്ടോ. അവൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു ബാത്ടബായിരുന്നു കേട്ടോ അത്. എനിക്ക് തോന്നുന്നു അത് അവന് ഫിറ്റ് അല്ലായിരുന്നു, ഭയങ്കര ടൈറ്റ് ഫീലായിരുന്നു, ചെറിയതായിപ്പോയെന്ന് തോന്നുന്നു. അവരോട് 3 മാസം എന്ന് പറഞ്ഞപ്പോൾ അവർ 3 മാസത്തിൻ്റെ കണക്കാക്കി കൊണ്ടുവന്നത്. അപ്പം കുഞ്ഞിനെ ഞാൻ ദുബായിൽ കിടത്തിയത് നോർമലായിട്ടുള്ള ബാത്ടബിനകത്ത് ടവൽ വിരിച്ചിട്ടായിരുന്നു. അപ്പോൾ നല്ല കളിക്കാനും റൗണ്ട് ചുറ്റാനും ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു എണ്ണ തേപ്പിച്ച് കഴിഞ്ഞിട്ട്. അപ്പം ഈ ഒരു ടോയ്ലറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഫ്ലാറ്റായിരുന്നു, നമുക്ക് വെള്ളമൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സൗകര്യക്കുറവായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെവി ഊതുന്നില്ലേ, അത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഊതി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം എല്ലാം പോകും. ഇതൊക്കെ മമ്മി പഠിപ്പിച്ച് തന്ന പൊടിക്കൈയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ മിററിൽ നോക്കിയിട്ട് അവനോട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ്, നല്ല ചിരിയും അതുപോലെ തന്നെ സംസാരമൊക്കെ ഭയങ്കര ഒച്ചത്തിൽ കൂവാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇത് ബേബീസിനെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉടക്കം വേണ്ടോ ലേവിക്കുട്ട? ആ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഉടക്കം പതിവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ഉറങ്ങട്ടെ. എൻ്റെ ചായ എവിടെ ഇരിക്കുന്നത്? എൻ്റെ ചായ അവിടെ ഇരിപ്പുണ്ട് പകുതി. ഇതുവരെ കുടിച്ച് തീർന്നിട്ടില്ല, നിൻ്റെ പുറകെ നടന്ന. മര്യാദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ പ്രോപ്പർ ടൈമിൽ കഴിച്ചുകൊണ്ടിരുന്ന ഞാനിപ്പോൾ എൻ്റെ അമ്മ ഇപ്പോൾ എന്താ പരിപാടി? ഒന്നും കറക്റ്റല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. $64 എങ്ങനെയാണ് ഒരാൾക്ക്, 64 54 അത്രയും കണ്ടാണ്. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമുക്ക് ഗ്രാബ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ല എയർപോർട്ടിൽ നിന്ന്. അത് ആക്ച്വലി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സിയും അതുപോലെ തന്നെ ഫുഡും ഒക്കെ നമുക്ക് ഓർഡർ ചെയ്യാം. താഴെ റിസപ്ഷൻ്റെ അവിടെ കൊണ്ട് കൊടുക്കും. നമ്മൾ ടവർ 3-ലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏതാണോ ആ ലൊക്കേഷൻ കൊടുത്താൽ മതി. കാരണം ഇത് ടവർ 1, ടവർ 2, ടവർ 3 എല്ലാത്തിനകത്തും നോക്കി നിൽക്കുകയാണ് ആള്. അപ്പോൾ ടവർ 3 ലൊക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടും. പ്രത്യേകിച്ച് ഇവിടെ ഇന്ത്യൻ ഫുഡ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ദുബായിനെ പോലെ അല്ല, എക്സ്പെൻസീവാണ്. ദുബായിയുടെ പോലെ തന്നെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി വല്ലതും ഓർഡർ ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. അറിയില്ല, ചില സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നുന്നില്ല, അതാണ്. ലഞ്ചാണ് ഞാൻ ചിലപ്പോൾ ഓർഡർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ലെവിക്കുട്ടിനെ ഒന്ന് ഉറക്കട്ടെ. ഉറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷം കാണിക്കാം. ഞാൻ ആ ബാൽക്കണി ലെവിയുടെ കുറേ പുതിയ ഡ്രസ്സ് ഞങ്ങൾ ദുബായിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കോട്ടണേ ഇവന് പറ്റുന്നുള്ളൂ, വേറെ ഒന്നും പറ്റുന്നില്ല. ഇന്നലെ തന്നെ ഞാനൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു രാത്രി തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ കരുതി ആ ഡ്രസ്സുകളെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് ബാൽക്കണിയിലിടാമെന്ന്. ബാക്കിയെല്ലാം ലോണ്ട്രി കൊടുത്തു. ബാക്കിയെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ക്ലോത്തില്ല, അവൻ്റെ ക്ലോത്ത് ഞാൻ കൊടുക്കാറ് കുറവാണ്. പ്രത്യേകിച്ച് പുതിയ ഡ്രസ്സാകുമ്പം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതിയല്ലോ. അതെല്ലാം ബാൽക്കണിയിൽ ഇട്ടിട്ടുണ്ട്. ഇവനെ ഉറക്കണം. അത് മാത്രമല്ല, ഉറങ്ങുന്നതിന് മുമ്പ് എന്താ പരിപാടി പറഞ്ഞേ? ഹലോ ഹലോ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യാ? വായിച്ചണ്ടേ? ബൈബിൾ വായിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ് കാണിച്ചേ, ഹല്ലേലൂയ കാണിച്ചേ, ഹല്ലേലൂയ. ഞങ്ങൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ആക്റ്റീവ് ആവത്തില്ല അല്ലേ? ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാൽക്കണിയുടെ വ്യൂ കൂടെ കാണിച്ചു തരാം. ഓക്കെ, ആള് നല്ല സൂപ്പർ ഉറക്കാണ്. സാധാരണ സൗണ്ടിലൊന്നും പ്രശ്നമില്ല കേട്ടോ, ആൾ ഉറങ്ങിക്കോളും. ഇവിടെ ഒരു പിമ്പിളൊക്കെ കണ്ടു. എക്സാക്ട്ലി ഇന്ന് 1 ഇയർ ആവാൻ പോവാണ്. ലെവി ഞങ്ങൾക്ക് വരാൻ പോകുന്നുള്ള സിഗ്നൽ ദൈവം കഴിഞ്ഞ വർഷം ഈ സമയത്താണ് തന്നത്.
ഡേറ്റ് കാര്യങ്ങളൊക്കെ ചേർത്ത് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ പിമ്പിൾസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വർഷത്തിന് ശേഷം പിന്നെയും എനിക്ക് പീരീഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ക്ഷീണവും നടുവേദനയും വയറിൻ്റെ ബ്ലോട്ടിങ്ങും ഒക്കെയാണ് ഞാനിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഫേസാണ്. ഓക്കെ, ഇച്ചിരി കഷ്ടമാണ്. ട്രാവലിങ്ങിൻ്റെ ഇടയിൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പം ലെവിയെ കുളിപ്പിച്ച് കിടത്തി ഉറക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്ന സ്ഥിരമുള്ള റൂട്ടീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഞാൻ അവൻ്റെ ബോട്ടിൽ ചായ ഇപ്പോഴാട്ടോ കുടിച്ച് തന്നത്. സോ ബോട്ടിൽ ഇനിയും സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കണം. അതുപോലെ തന്നെ പാസിഫയറും. സോ ഈ മിൽക്ക് കുറച്ച് എപ്പോഴും ഇങ്ങനെ ബാക്കി വെക്കും, എപ്പോഴും. അതുകൊണ്ട് എനിക്ക് വിഷമമാണ്. എക്സ്പ്രസ് ചെയ്തിട്ട് ഞാൻ മിൽക്ക് കൊടുക്കാൻ നേരത്ത്, കാരണം നമ്മുടെ ഫ്രഷ് മിൽക്ക്, നല്ല അടിപൊളി മിൽക്ക് കുറച്ച് ബാക്കി വെക്കാൻ നേരത്തെ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പോൾ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് നിർത്തി. സോ അതിനുശേഷം ഇപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ കുഞ്ഞിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കളയാൻ നേരത്തെ എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ നഖം വെട്ടാനുണ്ട്. പെട്ടെന്നാണ് ഇപ്പം നഖം വളർന്നു വരുന്നത്. ചെറുതായിട്ട് വളരും പെട്ടെന്ന്. ഒരു 4 days ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നഖം വെട്ടണം. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി സ്റ്റെറിലൈസ് ചെയ്ത് വെച്ച 2 ബോട്ടിലേ എടുത്തുള്ളൂ. പിന്നെ പാസിഫയറും ആക്ച്വലി യൂസ് ചെയ്തു. ഇനി ബാക്കിയും കൂടെ വെക്കണം. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് മാത്രമല്ല, അവന് പുതിയ ക്ലോത്ത് ഒരുപാട് മേടിച്ചിട്ടുണ്ടായിരുന്നു ദുബായിൽ നിന്ന്. ഇപ്പോൾ ഈ സിംഗപ്പൂറും അതുപോലെ തന്നെ മുമ്പോട്ട് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ ഇടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ബാൽക്കണി നല്ല അടിപൊളി വ്യൂ ആണ്. ചെയ്യുന്ന 2 കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. ഒന്ന് കുക്കിങ്ങും അതുപോലെ തന്നെ ക്ലീനിങ്ങും. സോ ക്ലീൻ ചെയ്തിപ്പോൾ പോയതേ ഉള്ളൂ. എല്ലാം ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് ഞാൻ കുറേ സ്നാക്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് നൈറ്റ് കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ നേരത്ത് ഒരു മിനിറ്റ് ലൈറ്റ് ഇടാം. കണ്ടോ, കുഞ്ഞിന് എനിക്ക് വിശക്കുന്നത് കൊണ്ട് കുറച്ച് മേടിച്ചു. ഇത് ഞാൻ ഹോളണ്ട് ആൻഡ് ബാക്ടറി എന്ന് പറഞ്ഞില്ല, വൈറ്റമിൻ സിയുടെ ഇത് മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ. ഞാൻ ഈ സ്ട്രോളറിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എൻ്റെ ട്രിപ്പിനകത്ത്. അപ്പോൾ സ്ട്രോളർ ആക്ച്വലി ഞാൻ കൊസാറ്റോ എന്നുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് മേടിച്ചത്. ഞാൻ ഒരുപാട് സ്ട്രോളർ ചെക്ക് ചെയ്ത് നോക്കി. ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറ്റുന്ന സ്ട്രോളർ തന്നെ വേണമായിരുന്നു. കുറച്ച് പേരൊക്കെ ചോദിച്ചു, ഇത് ആഡ് ആയിട്ടാണോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന്. അല്ല കേട്ടോ, ഇത് ആഡൊന്നും അല്ലായിരുന്നു. നോർമലായിട്ട് ഞാൻ 2-3 ആഡ് ആക്ച്വലി ചെയ്തിരുന്നു. പക്ഷേ ഇത് ആഡല്ല. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. സോളോ ട്രിപ്പ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ കരുതി എനിക്ക് ഫ്ലൈറ്റിൻ്റെ അകത്ത് വരെ കയറ്റുന്ന ഒരു സ്ട്രോളർ വേണമെന്ന് കരുതി. കാരണം 10 കിലോയ്ക്ക് താഴെ ആയിരിക്കണം, വെയ്റ്റ്ലെസ് ആയിരിക്കണം, ലെവിയേയും കൊണ്ട് കിടത്താൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം ചെക്ക് ചെയ്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ കണ്ട ഒരു സ്ട്രോളറാണിത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പാമ്പേഴ്സും അതുപോലെ തന്നെ അവൻ്റെ വൈപ്സും പിന്നെ ഒരു മസ്ലിൻ ക്ലോത്തും വെച്ചിട്ടുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഒരു സോക്സും ഒരു ഡ്രസ്സും എക്സ്ട്രാ വെക്കും. ഓൾറെഡി എക്സ്ട്രാ ഡ്രസ്സസും അതുപോലെ തന്നെ ഫോർമുല പൗഡറും അവന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും താഴെയുള്ള ബാഗിനകത്തുണ്ട്. ഞാൻ ആക്ച്വലി അവന് വേണ്ടിയിട്ട് മേടിച്ച ഹെവി ബാഗ് ഞാൻ കൊണ്ടുവന്നില്ല. ഭയങ്കര ഹെവി ആയിരുന്നു. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു ബാഗിനകത്താണ് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത്. ഏത് ഫോർമുല പൗഡറാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കവാൻ ഗേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്റ്റമിൽ ആക്ച്വലി അവൻ യൂസ് ചെയ്തപ്പം അത്ര ഇഷ്ടപ്പെട്ടില്ല. കവാൻ ഗേറ്റ് ആണ് ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നത്. നൈറ്റ് ആക്ച്വലി ഫീഡിങ് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം ആ ഒരു 7 മണി എന്നുള്ള സമയം ആകുമ്പോൾ ലൈക്ക് ബ്രസ്റ്റ് മിൽക്ക് അവന് വേണം, എന്നാലേ അവന് ഉറക്കം ശരിയാവത്തുള്ളൂ. പിന്നെ ഇത് കാൽപോൾ, ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. ഇൻഫാക്കോള്, കാൽപോള്, പിന്നെ അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള ക്രീമാണ് ജോൺസൺസ് ബേബിയുടെ. പിന്നെ വിക്സ്, ഇത് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്തെ ഞാൻ കാലിൻ്റെ അടിയിലും നെഞ്ചത്തും പുരട്ടും. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ട്രാവലിങ്ങിൻ്റെ സമയത്ത് മിക്ക ദിവസങ്ങളിലും ഉച്ചയ്ക്കും രാവിലെ കുളിപ്പിക്കുമ്പോഴും വൈകിട്ട് കുളിപ്പിക്കുമ്പോഴും ഞാൻ തേച്ചിട്ടേ കിടത്താറുള്ളൂ. പിന്നെ ഗ്രേപ്പ് വാട്ടർ, എന്തെങ്കിലും മോഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇച്ചിരി കൊടുക്കും. പിന്നെ ഈ ഒരു ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബെഡ് ടൈം ലോഷൻ. പിന്നെന്താണുള്ളത്, പിന്നെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നത്, പിന്നെ ബോറോളിൻ. ഇതിൻ്റെ പാലമാട് അമ്മച്ചി മമ്മിയുടെ മമ്മി എപ്പോഴും ഏത് മുറിവിനും ഏത് കാര്യത്തിനും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ബോറോളിൻ. പിന്നെ രാസ്മനാദി പൊടിയാണ്, അത് തല നനച്ച് കഴിയുമ്പോൾ അതിടാറുണ്ട്. പിന്നെ ബേബി കോട്ടിലല്ല കുഞ്ഞ് കിടന്ന് ഉറങ്ങാറുള്ളത്, ഞങ്ങളുടെ കൂടെയാണ് ഇവിടെ. ഇത് ഭയങ്കര യമണ്ടനായതുകൊണ്ട് അവൻ അത്രയും കംഫർട്ടബിൾ അല്ല. പിന്നെ ആക്ച്വലി ഇവിടെ ഞാനിപ്പോൾ പാരസെറ്റമോൾ വെച്ചിരിക്കുന്നത് അച്ചായ്ക്ക് ചെറുതായിട്ടൊരു പനി സ്റ്റാർട്ട് ചെയ്തു. പനി മാത്രമല്ല, ചുമയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ സൈഡിൽ വെച്ചിരിക്കുകയാണ്. ചായ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് കുടിച്ച് തീർന്നത്. പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, ഒരുപാട് ക്ലോത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ലെവിക്ക് വേണ്ടിയിട്ട് ദുബായിൽ നിന്ന്. അപ്പോൾ അതെല്ലാം ഒന്ന് നനച്ചിട്ടിരിക്കുകയാണ് പുറത്ത്. നല്ല വെയിലാണ്, പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടായിരുന്നു. സോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഗാർഡൻ ബൈ ദ ബേ നിങ്ങൾക്ക്
ഇവിടുന്ന് തന്നെ കാണാം. ഓക്കെ, അവിടെ ഒരു ബ്രിഡ്ജ് പോലുള്ള സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൂടെ കണ്ടോ, അതിലേക്കൂടെ നടന്ന് നമുക്ക് ആ ഗാർഡനിലേക്ക് ഇറങ്ങാം. ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ട് തന്നെയാണ് ഗാർഡൻ. തന്നെയാണ് സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി വീട്ടിൽ. അപ്പോൾ ഞാൻ അകത്ത് കയറുകയാണെ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ അപ്പം AC ഓഫ് ആവും. ഞങ്ങൾ ദുബായ് ചെന്നപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബാൽക്കണി തുറക്കാൻ നേരത്ത് AC വർക്ക് ആവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു AC വർക്ക് ആവാത്തത് കൊണ്ടാണെന്ന്. പിന്നെയാണ് ബിക്കോസ് ഇവിടെ ഒരു നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദുബായിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി, ബിക്കോസ് അവർ സേവ് ചെയ്യാണ്. നല്ലൊരു ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ, അവൻ ഉറങ്ങിക്കോട്ടെ. ഈ ലൈറ്റ് അടിച്ച് അവനെ ഉറക്കണ്ട. അപ്പോൾ നമുക്ക് കേർട്ടൻ അങ്ങ് ക്ലോസ് ചെയ്യാം. പിന്നെ കട ആൾക്ക് ചൂട് ഒട്ടും പറ്റില്ല എന്ന് തോന്നുന്നു. പുതപ്പൊന്നും വേണ്ട, എടുത്ത് തട്ടി മാറ്റും. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കട്ടെ. കാരണം ഫുഡ് വരും ഇപ്പോൾ ഒരു 15 മിനിറ്റിനുള്ളിൽ. ഓക്കെ, അപ്പോൾ ഫുഡ് വന്നു കഴിഞ്ഞ് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. ഞാൻ ലെവീനെ കിടത്തിയത് ഞാൻ ഈ ബാത്ടബിലാണ് കേട്ടോ. സോറി, ഇൻ ബിറ്റ്വീൻ മമ്മിയുടെ കോൾ വന്നു, അതാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പം നമ്മൾ ദുബായിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബാത്ടബിൽ തന്നെ ഞാൻ ലെവിയെ കിടത്തുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സോ പാക്ക് വിത്ത് മീ. ഓക്കെ, അതിനകത്താന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഓർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ അതിനകത്ത് ഇപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അവർ ബാത്ടബ് വന്നു. പക്ഷെ അവനെ അതിനകത്ത് കിടന്നില്ല കേട്ടോ, അധിക നേരം കിടന്നില്ല. ഞാൻ നോർമലി ടർക്കി വിരിച്ചിട്ടാണ് കുഞ്ഞിനെ കിടത്തിയത്, എണ്ണ തേപ്പിച്ച്. ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒലിവ് ഓയിൽ ആക്ച്വലി സീന ചേച്ചി തന്നാണ്, ഞാൻ അടച്ചു വെച്ചു പോലും ഇല്ല. കണ്ടോ, സീന ചേച്ചി ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ദുബായിൽ നിന്ന് തന്നെ ഒലിവ് ഓയിൽ ആക്ച്വലി എടുത്തുകൊണ്ട് വന്നു. പിന്നെ നോർമലി അവൻ ഉപയോഗിക്കുന്ന ക്രീം ഏതാണ്, കുഞ്ഞിനെ കുളിപ്പിക്കാൻ ഏതാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ ആക്ച്വലി അവീനോയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അവീനോയുടെ ക്രീമും ഉണ്ട്. രണ്ടും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി യൂസ് ചെയ്യും. പിന്നെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ബേർഡ്സ് പീസിൻ്റെ ആണ്. പല വ്ളോഗിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം സീൻ ചേച്ചി എന്നോട് പറഞ്ഞു ബയോ ഓയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അധികം ടൈം ഞാൻ കളയുന്നില്ല. അവൻ എണീക്കുന്നതിൻ്റെ മുമ്പേ എനിക്ക് ഫുഡ് കഴിച്ച് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയും കൂടി ഉണ്ട് വീഡിയോസിൻ്റെ. അപ്പോഴത്തേക്ക് ഫുഡ് എത്തും, 15 മിനിറ്റിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഫ്രഷ് ആയിട്ട് കാണാം. ഓക്കെ, കുളി കഴിഞ്ഞിട്ടും ലെവിക്കുട്ടൻ എണീച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം കുളിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ലേറ്റ് ആയാലും ഞാൻ ഫുഡ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ആൾ നല്ല ഉറക്കം തന്നെയാണ്. ഇനിയിപ്പോൾ ഉണർന്നാലും പ്രശ്നമില്ല. ഞാനൊന്ന് കേർട്ടൻ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഭയങ്കര ഇരുട്ട് പോലെ ഫീൽ ചെയ്തു. കേട്ടോ, ആൾക്കെൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയാണ് ലെവിക്കുട്ടനായിട്ടുള്ള ഡേ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. അവന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ, അവൻ ചേച്ചീനെ ഉറക്കുന്നുണ്ടോ, ചേച്ചി എങ്ങനെ എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഡെയിലി ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അച്ചു വന്നിട്ടുണ്ടായിരുന്നു. അച്ചുവിൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. കോയമ്പത്തൂർ, ജസ്റ്റിൻ എന്നാണ് പേര്. ഇവിടെ സെറ്റിൽഡ് ആണ് ജസ്റ്റിനും ഫാമിലിയും. എൻ്റെ ഫ്രണ്ട് സ്വാതി നാളെ വരും. അപ്പം നാളെ ഞാൻ സ്വാതിയും കാണാൻ പോലെ സ്വാതി എൻ്റെ അടുത്തോട്ട് വരും. ആണോ, ഞാൻ പറഞ്ഞില്ലേ, എണ്ണിച്ചാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഞാനൊന്ന് പുറത്തോട്ട് പോകാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഈവനിങ് ഔട്ടിന്. സോ നമ്മൾ താമസിക്കുന്ന ഈ ഹോട്ടലിൻ്റെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ആക്ച്വലി ഇപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. സോ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ചേഞ്ച് ആക്ച്വലി ഞാൻ എങ്ങനെയാണോ റുട്ടീൻ പോകുന്നത് അതുപോലെ തന്നെയാണ്. ഉറക്കം കുറച്ച് കുറവാണ്, പക്ഷെ അത് അവൻ ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ടൊന്നുമല്ല. സോ എനിക്ക് ലെവി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നൈറ്റ് ഉറക്കം കുറവായിരുന്നു, എപ്പോഴും ഛർദിലായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. ഇപ്പോൾ അവൻ കിട്ടുന്ന സമയത്ത്, അവൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ജോലികളെല്ലാം തീർക്കും. പിന്നെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലാക്ക് മാർക്സ് ഉണ്ടായിരുന്നു, അത് ആക്ച്വലി മാറി. പക്ഷെ കാലിൽ ഇങ്ങനെ 2 സൈഡിലായിട്ട് ഇങ്ങനെ മാർക്ക് വരുന്നുണ്ടായിരുന്നു, ബ്ലാക്ക്. ചില ആൾക്കാർ പറഞ്ഞു ഷുഗർ ഉള്ളത് കൊണ്ടാണെന്ന്. എനിക്ക് ഷുഗർ ഇല്ലായിരുന്നു. ചിലപ്പോൾ ഷുഗർ കാണും, ദൈവം തമ്പുരാൻ മാറ്റിയതായിരിക്കും എൻ്റെ ഷുഗർ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഷുഗർ ഉള്ളവർക്കാണ് 2 സൈഡിലും അങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത്. അതിങ്ങനെ ചൊറി പിടിച്ചതുപോലെയായിരുന്നു. പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും കൂടെ പറയണം, ആർക്കെങ്കിലും അങ്ങനത്തെ ഡിഫിക്കൽട്ടി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ അങ്ങ് ഷെയ്ഡ് അങ്ങ് മാറിപ്പോയിക്കോളും. നമുക്ക് നല്ലൊരു തങ്കക്കുടം പോലത്തെ ഒരു കുഞ്ഞിനെ കിട്ടി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അത്ര തങ്കക്കുടം അല്ല കേട്ടോ, ആളവിടെ വയലൻ്റ് ആവുന്നുണ്ട്. എന്താണ് ഒടങ്ങിയോ? കുക്കിനി ഒടങ്ങിയോ? കുക്കിനി ഒടങ്ങിയോ? എടാ ക്യാമറയിലല്ലടാ, അമ്മേനെ നോക്കടാ. ഇതാ
ഓടിക്കും. ഓ സ്ട്രെച്ച് ചെയ്യുന്നതാണ്. ഇവൻ്റെ സ്ട്രെച്ചിങ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഞാൻ എങ്ങനെയായിരുന്നു പണ്ട് അതുപോലെ തന്നെയാണ് ലെവി ആയിട്ടുള്ള ഡേയും ഇപ്പം. പിന്നെ ഞാൻ അവൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റീൽസും സ്റ്റോറിയൊന്നും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓൺലി ബിക്കോസ് ലെവിയുടെ കൂടെ ഞാൻ അങ്ങ് എന്താ ഈ ഒരു പ്രായം ഇപ്പോഴേ കിട്ടത്തുള്ളൂ. ഈ ഒരു സമയം നമ്മൾ അത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവൻ്റെ കൂടെ മാക്സിമം ടൈം കിട്ടുന്നത് ഞാനും അച്ചായും എൻജോയ് ചെയ്യാണ്. അച്ചായ്ക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ അച്ചായും പോകുന്നുണ്ട്, ഞാൻ പോകേണ്ട സ്ഥലത്ത് ഞാനും പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനഫ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചും ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അവൻ ഹാപ്പിയാണ്. അവൻ്റെ കൂടെ എന്താ പറയുക, എത്രയും ടൈം കിട്ടുന്നോ അത്രയും നമ്മൾ മാക്സിമം സ്പെൻഡ് ചെയ്യുക. അതിനകത്ത് എനിക്കൊരു സ്ട്രെസ്സും കാര്യങ്ങളൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ടച്ച് വുഡ് എനിക്ക് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു അതും. ഓക്കെ, ഞാൻ ഒരു പ്രെയറിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാണാത്തവരുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യുക. പ്രെയർ ഡയറിയുടെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ A to Z കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും രണ്ടാമത് ലെവിക്ക് വേണ്ടി എന്തൊക്കെയാണ് പ്രാർത്ഥിച്ചതെന്ന് അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ലെവിക്കുട്ട ഹാപ്പിയാണ്. ലെവിക്കുട്ടിനൊന്ന് പാലൊക്കെ കൊടുത്ത് ഞാനൊന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റിൽ ആവട്ടെ. ഇൻ ബിറ്റ്വീൻ ഞാൻ ഒരു കാര്യം കൂടെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ലെവിയുടെ കാലിൻ്റെയും കൈയിൻ്റെയും ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, അത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു 16ാമത്തെ ദിവസം ആയപ്പോൾ തൊട്ടിട്ട് ഞാനിങ്ങനെ എന്താ പറയുക പാമ്പേഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷം യൂറിൻ പാസ് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഷൂ എന്ന് വെച്ച്. അത് ചിന്നു ചേച്ചിയും സീന ചേച്ചിയും ഒക്കെ കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു നല്ലൊരു ശീലമാണെന്ന്. അവനത് യൂസ്ഡ് ആണ്, അവനത് ചെയ്യും. അതുകൊണ്ട് അധികം പാമ്പേഴ്സ് മാറ്റത്തില്ല. റാഷസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറയും. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഞാൻ അവന് 1 മണിക്കൂർ കിടത്തുകയും ചെയ്യും. ഇത് മമ്മി പഠിപ്പിച്ചതാണ്. അതെന്താ വെച്ചാൽ അക്കയുടെ പിള്ളേർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അക്കയുടെ കുഞ്ഞുങ്ങൾ പാമ്പേഴ്സ് എനിക്കൊന്ന് ചെറിയ ആൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇത് യൂസ്ഡ് ആയി. പിന്നെ അവനെ കഴുകിപ്പിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി കിടത്തും. ആ സമയത്തും ഞാൻ പാമ്പേഴ്സ് യൂസ് ചെയ്യത്തില്ല കേട്ടോ. കുറച്ച് ഫ്രീ ആയിട്ട് കിടത്തും. അവൻ്റെ ഒരു ഷീറ്റുണ്ട്, അത് ഞാൻ താഴെ വിരിക്കും. പിന്നെ എക്സ്ട്രാ ഷീറ്റ്സ് ഞാൻ ഇവിടെ റൂം ക്ലീൻ ചെയ്യാൻ വരുന്നവരുടെ അടുത്ത് പറയും. അത് ഞാൻ ആമസോൺ എന്നല്ല, ഇത് ആക്ച്വലി ഞാൻ ടെമൂന്ന് മേടിച്ച പില്ലോയാണ്. സോ ഈ പില്ലോ നല്ലൊരു കംഫർട്ടബിളാണ്. ഇത് തന്നെയാണ് ഞാൻ നമ്മുടെ സ്ട്രോളറിലും വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ പാമ്പേഴ്സ് ഒന്നും ഇല്ലാതെ ലെവിയെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ലെവിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇച്ചിരി കാറ്റൊക്കെ കയറുകയും ചെയ്യും. പിന്നെ എല്ലാ സമയത്തും ഈ ഡയപ്പർ ഇടാൻ നേരത്തെ കുഞ്ഞിനും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കിടത്തിയതിന് ശേഷമാണ് ഇവനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. Mukabala Layla, oh Layla, suka benar mukabala Layla, oh Layla, oh nukawala ya, ya, oh nukawala ya, ting. എന്താണ് അയ്യോ നുക്കാവാളയ്യ 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 ഇഷ്ടപ്പെട്ടോ? ഞാൻ ബ്രോൾ ചെയ്യാം. ബാ കമാൺ കൈതാ എഗ്ഗി ഫൈനൽ എഗ്ഗി ഗംഗു ഡൺ. ഓക്കെ, അമ്മ പില്ല മാറ്റട്ടെ. അമ്മ പില്ല മാറ്റട്ടെ. യേശു ടോസ്റ്റ് Dan good boy. Okay. Done. സോ ഞാൻ ഒരു ലോഡ് ബഡ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യാനകത്ത് എപ്പോഴും കൊണ്ടുപോകും. അത് കൂടാതെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗം ചെവിയുടെ അകമല്ല, അകത്തിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമില്ലേ, അവിടെ ഞാൻ എപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. കാരണം വെള്ളമൊക്കെ ഇരിക്കും. പിന്നെ മമ്മി പഠിപ്പിച്ചെന്നാണ് ഇങ്ങനെ ഊതുന്നത്. അത് ഞാൻ ഊതുട്ടോ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ കുറച്ച് ക്രീം എടുക്കുക. എനിക്ക് ക്രീം ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഈ ക്രീം ഭയങ്കര ഇഷ്ടമാണ്, ബെഡ് ടൈം ലോഷൻ ജോൺസൻ്റെ. ഇപ്പോൾ പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാൻ തുടങ്ങും ജോൺസൺ അതാണ് ഇതാണെന്നൊക്കെ.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈതവേ, ഇഷ്ടമുള്ളവർ ഉപയോഗിക്കാം. ഞാൻ എൻ്റെ കൊച്ചിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവിനോയും ഇടയ്ക്ക് ഉപയോഗിക്കും. ഈ ബഡ്സ് എടുക്കുക, ബഡ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവരുടെ കൈ ഭയങ്കര ചെറുതല്ലേ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ക്ലീൻ ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ബഡ്സ് എടുത്തതിന് ശേഷം ഈ കൈയുടെ ഇടയ്ക്കത്തെ ഭാഗത്തെ ചെളി ആക്ച്വലി കളയാൻ പറ്റും. കണ്ടോ, ചെറുതായിട്ടുണ്ട്, കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, ചെറുതായിട്ടേ കാണുള്ളൂ. ഇന്ന് ഞാൻ മറന്നുപോയി വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇതിൽ. അതുപോലെ തന്നെ ഞാൻ ഈ തുണി വിരിച്ചിടാനും മറന്നുപോയിട്ടു. ഇനിയിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ലേവിക്കും അത് വേദന ഉണ്ടാകത്തില്ല അല്ലേ ലേവി? ഓ, ഉറക്കം തിരിഞ്ഞില്ല. കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയൊരു പാർട്ടിക്കിളൊക്കെ കിട്ടും, ഒരു കണ്ടോ പൊടിയൊക്കെ ഉണ്ടെങ്കിലേ. ഇത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് മറന്നുപോയി വീഡിയോ എടുത്തെടുത്തെടുത്ത്. ലെവിയോട് സാധാരണ ഞാൻ വർത്താനമൊക്കെ പറയുന്ന ടൈമാണ് കേട്ടോ ഇത്. ഹലോ, എന്താ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ ബിസിയാണ്, സോറി. ഓക്കെ, ഇതാ അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കാലിലും ചെയ്യുവേ. ക്രീം ഇച്ചിരി അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. കണ്ടോ, കാലിൽ ചെയ്യാൻ നേരത്തും നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ വേറെ ബഡ്സ് ഉപയോഗിക്കാം. ഒരു സൈഡിലെ ബഡ്സ് ആക്ച്വലി ക്ലീൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഉപയോഗിച്ചത്. കാലിൽ അത്രയില്ല. ഞാൻ എല്ലാ ദിവസവും ചെയ്യും കേട്ടോ, എല്ലാ ദിവസവും. ഇവൻ ഞാൻ പുറത്തു പോയി വന്നിട്ട് കുളിപ്പിക്കുകയാണെങ്കിലും ഓക്കെ. You happy? You happy? അമ്മ ഇനി ഫുഡ് കഴിക്കട്ടെ. എന്നാ ഇനി ഏറ്റുമണീനെ ശീമോനെ അപ്പൂസിനെയൊക്കെ വിളിച്ചണ്ടേ? അപ്പൊ ചമച്ച വിളിച്ചണ്ടേ? എനിക്ക് വയ്യ. അപ്പോൾ ലേവക്കൊണ്ട് ഇനി എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്നോട് കത്തി അടിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ ടി വിയിൽ ഇപ്പോൾ ഒരുപാട് ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം തമിഴ് ചാനൽസും, ഇന്നലെ ഞങ്ങൾ അന്യൻ മൂവിയൊക്കെ കണ്ടു ഒരുമിച്ചിരുന്ന്. സോറി, പിള്ളേർ യാൺ ചെയ്യാനത് വാക്കോട്ട് വിടാൻ നേരത്ത് സംസാരിക്കരുത്, അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നാണ് പറയുന്നത്. നല്ലൊരു പോയിന്റാണ്, മമ്മീൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ മറ്റുള്ള പിള്ളേർക്കും പറഞ്ഞു കൊടുക്കുവാണ്. ആ സമയം നോക്കി അവന് ഉമ്മ കൊടുക്കും എപ്പോഴും. അവൻ എപ്പോഴാണോ യാൺ ചെയ്യുന്നത്, വാക്കോടെ വിടാൻ പോകുന്നത്, ആ സമയത്ത് അവന് ഉമ്മ കൊണ്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്. അതെന്താ അങ്ങനെ ചെയ്യരുതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ പിള്ളേരുടെ ആ ഒരു നമുക്ക് വാക്കോടെ ഇടയിൽ ആരെങ്കിലും വന്ന് ഡിസ്റ്റർബ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് പറയാൻ അറിയത്തില്ല. പിന്നെ ഈ ബഡ്സും കൊണ്ട് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഉറങ്ങിക്കിടക്കുമ്പോഴേ ചെയ്യാവുള്ളൂ, പിന്നെ ഉണർന്നിരിക്കുമ്പോൾ ചെയ്യരുത്. ചില സമയത്ത് പിള്ളേർക്ക് ഇപ്പം അപ്പൂനെന്നൊക്കെ വരുന്നത് എനിക്ക് ലെവിക്ക് ഇങ്ങനെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇവിടെ തൊട്ടിട്ട് ഇങ്ങനെ എടുക്കും. അത് ഞാൻ പറഞ്ഞു ഉറങ്ങിക്കിടക്കുമ്പോഴേ ചെയ്യാവുള്ളൂ എന്ന്. കെയർഫുൾ ആയിരിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും. ഇതുപോലെ തന്നെ വലിയ ആൾക്കാരുടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മൂക്കൾ എവിടെ ഇങ്ങനെ സൈഡിൽ കാണും. നമ്മൾക്കും ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ മാക്സിമം അത് നീറ്റ് ആൻഡ് ടൈഡി ആക്കി വെക്കാൻ നോക്കുക. ബഡ്സും കൊണ്ടാകുമ്പോൾ ഇച്ചിരി സേഫാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവൻ ഉറങ്ങിക്കിടക്കുമ്പോഴേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ദുബായിൽ നിന്ന് വന്നതിന് ശേഷം അവന് മൂക്കിൽ നന്നായിട്ട് ഒലിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞു, അയ്യോ ലിൻറ്റുവിൻ്റെ നല്ല മൂക്കല്ലായിരുന്നു, ലെവിക്ക് കിട്ടിയ മൂക്ക് ലെവിയുടെ വല്യമ്മച്ചിയുടെയാണ്. വല്യമ്മച്ചിയുടെയും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ? എനിക്ക് വല്യമ്മച്ചിയുടെ കിട്ടിയാലും വല്യപ്പച്ചൻ്റെ കിട്ടിയാലും വല്യമ്മയുടെ കിട്ടിയാലും ആരുടെ കിട്ടിയാലും ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ചിലർക്ക് അമ്മയുടെ ഫാമിലിയുടെ ആയിരിക്കും വരുന്നത്, ചിലർക്ക് അപ്പയുടെ ഫാമിലിയുടെ ആയിരിക്കും വരുന്നത്. ചിലപ്പം ഈ പറഞ്ഞതൊന്നും അല്ലായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല ഇവർ വളർന്നു വരുമ്പോൾ ഏതൊരു ഫിഗറിലാണ് വരുന്നതെന്ന്. ഓരോ ആഴ്ചയിലും ഓരോ വ്യത്യാസമാണ്. കഴിഞ്ഞ ആഴ്ച സീന ചേച്ചി കണ്ടിട്ട് പറയുന്നുണ്ട് ഈ ആഴ്ച കണ്ടപ്പോഴത്തേക്ക് മാറിയല്ലോ എന്ന്. അതങ്ങനെയാണ് പിള്ളേരുടെ വളർച്ച. മൂക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് പേരൊക്കെ പറഞ്ഞ് മസാജൊക്കെ ചെയ്ത് കൊടുക്കാൻ ഞാനാണ് മിക്കതും കുളിപ്പിക്കുന്നത്. ഞാൻ തന്നെയായിരുന്നു. ലൈക്ക് മമ്മി പോയിട്ടും മമ്മി ഉണ്ടായിരുന്ന സമയത്തും അക്കയുടെ അടുത്തായിരുന്നു മമ്മി. ആ സമയത്ത് ഞാൻ തന്നെയായിരുന്നു ചെയ്തപ്പോൾ ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ലൈറ്റായിട്ട് എല്ലാ എക്സസൈസൊക്കെ ചെയ്ത് അവനെ ഓക്കെ ആക്കി എടുക്കുന്നുണ്ട്. അല്ലേ? നീ ഹാപ്പിയാണോ? നീ ഹാപ്പിയാണോ? അമ്മ ഭക്ഷണം കഴിക്കട്ടെ? ഭക്ഷണം കഴിക്കില്ല, നമുക്ക് ടി വി ആണ് കേട്ടോ. ഭക്ഷണം കഴിച്ചോണ്ട് ഓക്കെ. ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവിടെ കിടത്തുവേ. അപ്പം ഞാൻ പാമ്പേഴ്സ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. ഈ ഷീറ്റ് ഞാൻ ഓൾറെഡി വിരിച്ചിട്ടുണ്ട് ആൾക്ക് ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ. ഇടയ്ക്ക് അച്ഛൻ്റെ കോള് വന്ന് അച്ഛൻ ആക്ച്വലി വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അവനെ അടങ്ങി കിടക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയി കഴിക്കട്ടെ. രാത്രി ആവാറായി.
മൂത്ത് വെച്ചാൽ പോവാ ഞങ്ങൾ മൂത്ത് വെച്ചാൽ പോവാ നീ അച്ചു ആക്ച്വലി തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല പനിയും ചുമയായിരുന്നു. അപ്പോൾ ഞാൻ ലെവി അച്ചും കൂടെ പോകാൻ വേണ്ടിയാണ് ഇരുന്നത്. പിന്നെ ഞങ്ങൾ പ്ലാനൊക്കെ മാറ്റി അച്ചാക്കി ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞാൻ ലെവിക്കുട്ടിനും കൂടെ പുറത്തോട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഫുഡ് പോയി കളക്ട് ചെയ്യാൻ വേണ്ടി താഴെ വന്നതാണ്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ മ്യൂട്ടാക്കിയത്. കാരണം ഞാൻ റെക്കോർഡ് ചെയ്തു, പിന്നെയാണ് മനസ്സിലായത് ഓ അവിടെ ഫുള്ള് സോങ് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നുണ്ട്. ഓൾറെഡി 3-4 കോപ്പിറൈറ്റ് ഇഷ്യൂ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഫ്ലോർ ഫസ്റ്റ് ഞാൻ തെറ്റിച്ചാണ് കയറിയത്. 57th ഫ്ലോറിലാണ് പോയത്. അപ്പോഴാണ് മനസ്സിലായത് അവിടെ ഇൻഫിനിറ്റി പൂൾ ഉണ്ടെന്ന്. ഞാൻ ഇതുവരെ അത് പോയില്ല. അതുപോലെ തന്നെ ഹൈഡ് ദുബായിലും പോയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം എന്തായാലും ഇവിടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് അടിപൊളി ലൊക്കേഷനാണ്. മുകളിലേക്ക് ഈ ബുക്ക് ചെയ്തിട്ട് വേണം കയറാൻ. നമ്മളവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് കാർഡ് മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഫ്ലോർ മാറി കയറി വ്ളോഗ് എടുത്തതിൻ്റെ ഒരു ശ്രദ്ധയിൽ ടവർ 3 തന്നെ 34 to 57 വേറെ സെക്ഷനാണ്. ഓക്കെ, 2 ലിഫ്റ്റുണ്ട്. 1 to 34 വരെ ഇനൊരു ലിഫ്റ്റാണ്. നമ്മൾ 15ാമത്തെ ഫ്ലോറിലായതുകൊണ്ട് ഇപ്പോഴത്തെ ലിഫ്റ്റിലായിരുന്നു കയറേണ്ടത്. ഞാൻ മറന്നുപോയി. ഇതാണ് ഇൻഫിനിറ്റി പൂൾ. അകത്തോട്ട് കയറണം. എൻ്റെ കയ്യിൽ ഫുഡൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയി കാണിക്കാഞ്ഞത്. ഞാൻ എന്തായാലും ആ ലൊക്കേഷൻ കാണിച്ചു തരുന്നതായിരിക്കും. അത് സ്പെഷ്യൽ ആൾക്കാരും കൂടെ നമ്മുടെ കൂടെ വരുന്നുണ്ട്, അവരെയും കൊണ്ട് പോയി കാണിക്കാമെന്ന് കരുതി. അപ്പോൾ എഗെയിൻ ഞാൻ ടവർ 3 നമ്മുടെ ലിഫ്റ്റിൻ്റെ അവിടെ വന്ന് 15ാമത്തെ ഫ്ലോറിൽ പ്രസ് ചെയ്ത് എത്തിയിരിക്കുകയാണ്. അച്ഛന് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഞാനും ലേവിക്കുട്ടനും കൂടെ നേരത്തെ സ്പെക്ട്ര ലൈറ്റ് കാണാൻ വേണ്ടി പോവാണ്. അച്ചാക്ക് നല്ല പനി ഉണ്ടായത് എനിക്ക് തന്നെ വിഷമമായി. ലേവിക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് വാക്കിങ്ങും അതുപോലെ തന്നെ ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവനോട് പ്രോമിസ് ചെയ്തത് കൊണ്ട് ഇച്ചിരി ടയേർഡായിരുന്നു ഞാനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും അവനായിട്ടൊരു വാക്കൊക്കെ നടത്താമെന്ന്. ഈ ഹോട്ടലിൽ തന്നെയാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ളത്. ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ലിഫ്റ്റ് കയറി നമ്മളുടെ ഷോപ്പിംഗ് മോളിലേക്ക് പോകാൻ പറ്റും. അതുമാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരുന്നത്. ഇതൊരു കാണേണ്ട സംഭവം തന്നെയാണ് കേട്ടോ ഈ സ്പെക്ട്രം. ആളെ കാണിക്കാൻ കൊണ്ടുവന്നാണോ? ഹലോ, പേരൊക്കെ ഒന്ന് പറയോ? റീജ ബാംഗ്ലൂർ, നിതിത എറണാകുളം. ഓ, സിംഗപ്പൂർ വന്നപ്പോൾ ഞങ്ങൾ സ്പെക്ട്ര ലൈറ്റിൻ്റെ അവിടെ നിന്ന് കണ്ടുമുട്ടിയതാണ്. ഇവരെന്നെ ഏതാണ് യൂട്യൂബൊക്കെ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് ഇതാക്കിയതാണ്. ഒരാൾ ലൈറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണർന്നിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. എല്ലാവരും ആക്ച്വലി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ നഴ്സസാണ്. മാസ്ക് ഒക്കെ വെച്ചിട്ട് ആക്ച്വലി പ്രൊട്ടക്ട് ചെയ്യുക. ബേബി ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്യൂ. അടിപൊളിയായിരുന്നു. കിടുക്കാച്ചി. ലെവിയുടെ ഡേ ഔട്ടിന് ആൾ ഉറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ട്രെയിനാണോ ഇനിയും തിരിച്ചു പോകാൻ? നാളെ ഡ്യൂട്ടി ഉണ്ടോ? ഓഫാണ്. റിലാക്സ്, എൻജോയ്, നൈസ് മീറ്റിംഗ് യു ആൾ. അപ്പോൾ എല്ലാവർക്കും ലെവിക്കുട്ടനായിട്ടുള്ള ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വ്ളോഗ് ഒരു വെറൈറ്റി വ്ളോഗായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ലെവിക്കുട്ട ബൈ.